മധ്യപ്രദേശിലെ ഖജുരാഹോ ജവാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജിയിലെ ഇടപെടലാണ് പ്രകോപനമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ക്ഷേത്രത്തിൽ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കാത്തത് വിശ്വാസിയുടെ മൗലികാവകാശ ലംഘനമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ആവശ്യം വിഷ്ണു ഭഗവാനോട് തന്നെ പറയൂ എന്ന് പലതും പറഞ്ഞു വരുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനോട് പറഞ്ഞു. മധ്യപ്രദേശ് സ്വദേശി രാകേഷ് ദയാൽ സമർപ്പിച്ച ഹർജി പ്രശസ്തമാക്കിയാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ആവശ്യം അറിയിക്കേണ്ടത് കോടതിയിലല്ല, ആർക്കിയോളജി വിഭാഗത്തിലാണ് എന്നും നിർദ്ദേശിച്ചു. കോടതി പരാമർശം സീനിയർ അഭിഭാഷകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിച്ചു. ഇതോടെ എല്ലാ മതങ്ങളോടും ബഹുമാനമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്ക് വിശദീകരിക്കേണ്ടി വന്നു. ക്ഷേത്രം ASIയുടെ കീഴിലായതിനാലാണ് കോടതി അത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്നും സൂചിപ്പിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ചീഫ് ജസ്റ്റിസിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചിരുന്നു. മറ്റൊരു സംഭവം ഇതിനിടെ നടന്നത്, ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മയ്ക്ക് RSSൻ്റെ ഒരു പരിപാടിയിലേക്ക്, 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. RSS പരിപാടിയിലേക്ക് ബി.ആർ. ഗവായിയുടെ അമ്മ കമൽ ഗവായിക്കാണ് ക്ഷണമുണ്ടായത്. അത് വലിയ വിവാദമൊക്കെയായി, വലിയ ചർച്ചയായിരുന്നു. ഒക്ടോബർ 5 RSS ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിരുന്നു ആ ക്ഷണം. ഒടുവിൽ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ ഒരു നിലപാട് പ്രഖ്യാപനം തന്നെ അറിയിച്ചുകൊണ്ട് കമൽ ഗവായി വിട്ടുനിൽക്കുകയുമായിരുന്നു. താനും ഭർത്താവും എക്കാലവും അംബേദ്കറിൻ്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവരാണ് എന്നായിരുന്നു കമൽ ഗവായി അന്ന് പറഞ്ഞത്.